ഹലോ ഗൈസ്, അപ്പോൾ മുത്തൂറ്റ് പോയിൻ്റെ ബാക്കി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മുത്തൂറ്റിൽ പോയി കഴിഞ്ഞ് ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഹിൽ പാലസിലായിട്ടാണ് വന്നത്. ആദ്യം തന്നെ പാർക്കിലായിട്ടാണ് കയറിയിട്ട് എൻ്റെ കൂട്ടുകാരിയായ ജിതയ്ക്ക് ഊഞ്ഞാലടന്ന് ഭയങ്കര മോഹം. കാര്യം ഇതിനകത്ത് 8 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ആടേണ്ടത്, എന്നാൽ 18 വയസ്സുള്ള കുട്ടിയാണ് ഇത് ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാർക്കിലൊക്കെ ചുമ്മാ ചുറ്റിക്കറങ്ങിയിട്ട് ഞങ്ങൾ അകത്തേട്ട് പോയി. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ഒരാൾക്ക് ഇപ്പോൾ 50 രൂപ വെച്ചിട്ടാണല്ലോ ടിക്കറ്റ്. അപ്പം അതും എടുത്തു. പിന്നെ അകത്ത് കയറുമ്പോൾ ഫോട്ടോ എടുക്കാനുള്ള പൈസയും കൂടെ ഞങ്ങൾ കൊടുത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ മേളിലോട്ട് കയറി പോവാണ്. ഇപ്പോൾ ഉൾവശം ഒന്നും കയറണ്ടെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. ഞങ്ങൾ പുറത്തൊക്കെ ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് അകത്തോട്ട് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സൈഡിലൂടെയൊക്കെ ഇങ്ങനെ നടന്നുപോയി. അപ്പം ഞാനിങ്ങനെ സ്നാപ്പിലിങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ, അപ്പുറത്തെ വശത്തൂടെയൊക്കെ പോയിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ഇങ്ങോട്ടേട്ട് വന്നു. ഇതിൻ്റെ അകത്ത് കുറേ പ്രതിമകളൊക്കെ വച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. സ്നാപ്പിലപ്പോൾ സിനിമാറ്റിക് എന്ന് പറഞ്ഞൊരു ഫിൽറ്ററുണ്ട്. അപ്പോൾ ആ ഫിൽറ്ററിൽ ഞാൻ വീഡിയോ എടുത്തു. നന്നായിട്ട് തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉൾവശം, നിങ്ങൾ കാണുക. അപ്പോൾ ഹിൽ പാലസിലൊക്കെ എത്ര ആൾക്കാർ പോയിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എത്ര വട്ടം പോയിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ തന്നെ ഇപ്പം ഒരു 30 പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ടാവും ഹിൽ പാലസിൽ. ജനിച്ചപ്പോൾ തൊട്ട് എപ്പോഴും പോകണമെന്നാണ് അവിടെ. അതുകൊണ്ട് നമുക്ക് ഓൾറെഡി കണ്ടെല്ലാം പരിചയം ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ പിന്നെ മിക്കതും മാറ്റിയെന്ന് കേട്ടു. എന്ന് വെച്ചാൽ അകത്തുള്ള മിക്ക പുരാതന വസ്തുക്കളൊന്നും ഇപ്പോൾ കാണിക്കണമൊന്നുമില്ല. ഇപ്പോൾ എല്ലാം ഇങ്ങനെ ഡിജിറ്റൽ രീതിയിൽ കാണിക്കൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഈ വശത്തായിട്ടെത്തി. എന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു കേട്ടോ. ഞാൻ എൻ്റെ കൂട്ടുകാരികളുടെ ഫോട്ടോ എടുത്ത് കൊടുക്കലായിരുന്നു. അവരെൻ്റെയും ഫോട്ടോ എടുത്ത് തന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ വശത്തും കുറച്ച് ഫോട്ടോ എടുത്തു. എന്നിട്ട് പുറത്തേട്ട് പോയി. നമ്മുടെ മാനൊക്കെ ഉള്ള സ്ഥലത്തോട്ട് പോയി കേട്ടോ. അവിടെ കുറേ മാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അങ്ങോട്ടായിട്ട് മാനിൻ്റെ അടുത്തോട്ട് പോവുക അങ്ങനെയൊന്നും ചെയ്തൊന്നുമില്ല. നേരെ താഴോട്ട് പോയി. അപ്പോൾ എൻ്റെ കൂട്ടുകാരി നിരഞ്ജന, അവൾക്ക് ഗുഹ കാണുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലുള്ള തൊട്ടടുത്തൊരു സ്റ്റെയറിലൂടെ ഒരു കുഞ്ഞു ഗുഹയുണ്ടല്ലോ. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് കയറിപ്പോയി. എന്നിട്ട് വേറെ ഏതോ ഒരു കാടും പള്ളിയൊക്കെ പിടിച്ച സ്ഥലത്തൂടെയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് പോണത്. അങ്ങനെ ഈ വഴിയൊക്കെ പോയി. എന്നിട്ട് ഞങ്ങൾ പിന്നെയും മേളിലോട്ട് വന്നു. എന്നിട്ട് ഞങ്ങൾ നടന്ന് കയറി അകംവശം കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു അമ്പലക്കുളത്തിൻ്റെ ഒക്കെ അടുത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പം ഞങ്ങളൊരു റീൽ എടുക്കണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഈ വക്കായേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമില്ലേ, പണ്ടത്തെ. അപ്പോൾ അത് എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. പിന്നീട് എടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ചു. എന്നിട്ട് എടുത്തുമില്ല. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറി പോവുകയാണ്. പിന്നെയും സ്റ്റെപ്പ് കയറി പോവുകയാണ്. ഇങ്ങനെ നടത്തം മാത്രമല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായില്ല കേട്ടോ ഗൈസ്. അപ്പോൾ സൈഡിലൊരു പട്ടിക്കുട്ടി കിടക്കുന്നുണ്ടായിരുന്നു. പട്ടിക്കുട്ടിയൊന്നുമല്ല, പട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് കയറി ടിക്കറ്റൊക്കെ കാണിച്ചിട്ട് ഉള്ളിലോട്ട് കയറി. അപ്പോൾ ക്യാമറാമാൻ്റെ അവിടെ കണ്ണാടിയിലൂടെ സൂം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറിപ്പോയി. എന്നിട്ട് ഓരോന്നിൻ്റെ ഫോട്ടോ എടുത്തു. അപ്പോൾ ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിന് ഓൾ എന്ന ഓപ്ഷൻ. നിങ്ങൾക്ക് പാട്ടൊക്കെ ഇഷ്ടമുള്ള എത്ര ആൾക്കാരുണ്ട്? അങ്ങനെയാണെങ്കിൽ ഞാൻ പാട്ട് പാടിത്തരാം ഗൈസ്. അപ്പോൾ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് പാട്ടിൻ്റെ. അപ്പം ഐറിൻ എന്നാണ് അതിൻ്റെ പേജ്. അപ്പം നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. അതിനകത്ത് കുറേ പാട്ടുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പാട്ടുകൾ നിങ്ങൾക്ക് ഇൻസ്റ്റ ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ ഇതിനകത്തായിട്ട് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ അകത്തൂടെ വശത്തൂടെ പോയി. അങ്ങോട്ട് ഞാൻ ജനലിലൂടെയൊക്കെ ഞാൻ പുറത്തെ വ്യൂ ഒക്കെ ഫോട്ടോ ചെയ്തെടുത്തു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആ പർപ്പിൾ കളർ ആ ചെടിയൊക്കെ വെച്ചേക്കണം കാണാൻ നല്ല ഭംഗിയല്ലേ. അങ്ങനെ പിന്നെയും പോയി. ഈ രാജാക്കന്മാരും അവരൊക്കെ പോയ ഓരോ വണ്ടികളൊക്കെ ഉണ്ട്. എന്നിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. എന്നിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പുറം വശത്തുള്ള എൻ്റെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണത്. പിന്നെ ഞാൻ വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല. പിന്നെ എല്ലാം മിക്കതും ഫോട്ടോസായിരുന്നു എടുക്കുന്നത്. സ്നാപ്പിൽ തന്നെയാണ് എടുത്തത്. പിന്നെ കുറച്ച് മുന്നേ 3 പേര് കയറിയിരിക്കുന്ന ഒരു സ്ഥലം കണ്ടില്ലേ, അവിടുത്തെ ഫോട്ടോ ഞാൻ എടുത്തു. എല്ലാം തിരിച്ചും മറിച്ചും ചരിച്ചൊക്കെയാണ് എടുത്തേക്കുന്നത്. അത് പിന്നെ നേരെ ആക്കിയാൽ ഫുൾ ബ്ലാക്കായിട്ടൊക്കെ മേളിലും താഴെ ഇരിക്കും എഡിറ്റ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ എടുത്തത്. അതെ, നിറയെ ബോഗൺവില്ലയൊക്കെ ഉള്ള സമയമാണല്ലോ. അപ്പോൾ ആ പൂക്കൾ ഇവിടുത്തെ ഏറ്റവും വലിയ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബോഗൺവില്ല ഫ്ലവേഴ്സാണ്. അപ്പോൾ എല്ലാവരും ഫെയർവെല്ലൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടാണ് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാറ്. അപ്പോൾ അവസാനം നമ്മുടെ ഡൈനോസർ കുട്ടൻ്റെ ഫോട്ടോയും എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.